ഫോർത്ത് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കർവ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കർവ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. കർവ്സ് ആർ ജനറലി യൂസ്ഡ് ഓൺ ഹൈവേസ് ആൻഡ് റെയിൽവേസ് where it is necessary to change the direction of motion. കർവ്സ് എന്ന് പറയുന്നത് ഹൈവേയിലും റെയിൽവേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ മോഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന സമയത്താണ് കർവ്സ് മെയിനായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എ കർവ് മേ ബി സർക്കുലർ, പാരാബോളിക് ഓർ സ്പൈറൽ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ടാൻജൻഷ്യൽ ടു ടു സ്ട്രെയിറ്റ് ലൈൻസ് ഓർ ഡയറക്ഷൻസ്. കർവ് എന്ന് പറയുന്നത് സർക്കുലർ ആയിട്ടുള്ള കർവ് ആവാം, പാരാബോളിക് ഷേപ്പ് ആവാം, സ്പൈറൽ ഷേപ്പ് ആവാം. ആൻഡ് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിന് എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കും. സർക്കുലർ കർവ്സ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 3. സർക്കുലർ ആയിട്ടുള്ള കർവ്സിനെ നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ കർവ്, കോമ്പൗണ്ട് കർവ് ആൻഡ് റിവേഴ്സ് കർവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഷനെ ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് മോഷൻ എന്നുണ്ടെങ്കിൽ, ഇനി ഈ ഡയറക്ഷനിലോട്ട് നമ്മുടെ മോഷൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോയിൻറ്റിൽ എൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, കർവ്സ് എന്ന് പറയുന്നത്. First one, simple curve. Simple curve consists of a single arc of a circle having same radius. സിംഗിൾ കർവ് എന്ന് പറയുന്നത് സെയിം റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. ഓക്കെ, ഒരു സർക്കിളിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ ആർക്കാണ് എന്ത്, സിമ്പിൾ കർവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടാൻജൻഷ്യൽ ടു ബോത്ത് ദ സ്ട്രൈറ്റ് ലൈൻസ്. ഓക്കെ, കർവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റ് തമ്മിലും എന്താ പറയുക ടാൻജൻസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഒരൊറ്റ പോയിൻറ്റിൽ എൻഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ് കോമ്പൗണ്ട് കർവ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or more സിമ്പിൾ ആർക്സ് ഹാവിങ് ഡിഫറെൻറ്റ് റേഡിയസ്. സിമ്പിൾ കർവിൻ്റെ കേസിൽ സെയിം റേഡിയസ് ഉള്ള സർക്കിൾസ് ആയിരുന്നു, ഒരു സർക്കിളിൻ്റെ ഒരു ആർക്കായിരുന്നു. കോമ്പൗണ്ട് കർവിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് റേഡിയസ് വരുന്നത്. ഈ ഒരു പോയിന്റിലോട്ട്, ഇതാണ് ഒറിജിൻ സെൻറ്റർ പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് R1 ആണ് റേഡിയസ്, ഈ ഒരു പോയിന്റിലോട്ട് എടുത്താൽ വേറൊരു റേഡിയസ് ആയിരിക്കും മാർക്കിന്, വേറൊരു പോയിന്റിലോട്ട് എടുത്താൽ വേറൊരു റേഡിയസ് ആയിരിക്കും മാർക്കിന് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഡിഫറെൻറ്റ് റേഡിയസ് ആണ് സിമ്പിൾ കർവ് ആണെങ്കിൽ, സിമ്പിളായിട്ടുള്ള ഒരു ആർക്കാണെങ്കിൽ കൂടി ഡിഫറെൻറ്റ് റേഡിയസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് കർവാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ടേൺസ് ഇൻ ടു ദ സെയിം ഡയറക്ഷൻ ആൻഡ് ജോയിൻ അറ്റ് കോമൺ ടാൻജൻറ്റ് പോയിന്റ്. മാത്രമല്ല അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും നമ്മൾ ടാൻജൻസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കോമൺ പോയിന്റിൽ എന്ത് ചെയ്യും, അത് ജോയിൻ ചെയ്യും, ടാൻജൻസ് എന്നാണ് പറയുന്നത്. തേർഡ് വൺ ആണ് റിവേഴ്സ് കർവ്. റിവേഴ്സ് കർവ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സർക്കുലർ ആർക്സ് ഓഫ് സെയിം ഓർ ഡിഫറെൻറ്റ് റേഡിയൈ having the center to different sides of the common tangent. റിവേഴ്സ് കർവിൻ്റെ കേസിൽ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നതാണ് ഡിഫറെൻറ്റ്. അതായത് ചിലപ്പോൾ സെയിം റേഡിയസ് ആവാം, ചിലപ്പോൾ ഡിഫറെൻറ്റ് റേഡിയ ആവാം. ഈ R1 ഇവിടെ R1 ആണ്, ഇവിടെ R2 ആണ്, ചിലപ്പോൾ R1 R2 R3 R4 അങ്ങനെയൊക്കെ ആവാം. എങ്ങനെയാണെങ്കിൽ കൂടി ഓരോ ആർക്കിൻ്റെയും, ഇതൊരു ആർക്കാണ്, ഇത് ഇത്രയും പോർഷനിൽ ഒരു ആർക്കാണ്, ഓരോ ആർക്കിൻ്റെയും സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് കർവ് എന്നാണ് പറയുന്നത്. അതായത് ആ കർവിൻ്റെ 2 സൈഡിലായിട്ടാണ് വരുന്നത്. ഈ ഒരു ആർക്കിൻ്റെത് ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ആർക്കിൻ്റെത് ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത്, ഒറിജിൻ അല്ലെങ്കിൽ സെൻറ്റർ പോയിൻ്റ് വരുന്നത്. ബോത്ത് ദ ആർക്ക് ബെൻഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ വിത്ത് എ കോമൺ ടാൻജൻറ്റ് അറ്റ് ദെയർ ജംഗ്ഷൻ. ഏത് ആർക്കാണെങ്കിലും അത് എന്ത് ചെയ്യുക, കോമൺ ടാൻജൻസ് ഫോം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഡെഫിനിഷൻസ് ആൻഡ് നൊട്ടേഷൻസ് ഓഫ് എ കർവ്. ഒരു കർവിൻ്റെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നൊട്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നോക്കുക, O ആണ് സെൻറ്റർ പോയിൻ്റ്, R എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു സിമ്പിൾ കർവാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, കർവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് PC, എൻഡിങ് പോയിൻ്റ് ആണ് PT, ഈ ടാൻജൻ്റ് ആണ് T1 ആൻഡ് വേറൊരു ടാൻജൻ്റ് ആണ് T2 എന്ന് പറയുന്നത്. ഈ പോയിന്റിനെ PI അല്ലെങ്കിൽ V എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഡെൽറ്റ. ഈ V തൊട്ട് C വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് E എന്ന് പറയുന്നത്. സിയും ഡിയും
ഇത് കർവാണ്. കർവ് ഇത് അതുപോലെ തന്നെ T1 T2 കൂടി ജോയിൻ ചെയ്തിട്ട് വരച്ച ഇത് എന്ന് പറയുന്നത് കോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഞാനാണ്. ഓക്കെ, കർവിൻ്റെ എൻഡ് പോയിന്റ് കൂട്ടി യോജിപ്പിച്ചിട്ട് വരച്ചിട്ടുള്ള ഞാനാണിത്. ഓക്കെ, ആൻഡ് സിയും ഡിയും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്ന അതാണ് എം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് വിയിലോട്ട് നമ്മളൊരു ലൈൻ വരച്ചിട്ട് ഒരു ആർക്കിനെ 2 ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ ഇത് Δ/2, അതുപോലെ തന്നെ ഇതും Δ/2 ആണ് വരുന്നത്. ഇനി ഓരോ ടേംസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കുക, ബാക്ക് ടാൻജൻറ്റ്. ബാക്ക് ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ ദ ടാൻജൻറ്റ് AT1 പ്രീവിയസ് ടു ദ കർവ് ഈസ് കോൾഡ് ബാക്ക് ടാൻജൻറ്റ് ഓർ ഫസ്റ്റ് ടാൻജൻറ്റ്. ഫിഗർ നോക്കുക. ബാക്ക് ടാൻജൻറ്റ് എന്ന് പറയുന്നത് കർവ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള ടാൻജൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാൻജൻ്റ് ആണ് എന്ത്, ബാക്ക് ടാൻജൻ്റ് ആയിട്ട് പറയുന്നത്. AT1 വരെയുള്ള ഈ ഒരു പോർഷൻ ആണ് എന്ത്, ബാക്ക് ടാൻജൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാൻജൻ്റ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കുക, ഫോർവേഡ് ടാൻജൻറ്റ്. ദ ടാൻജൻറ്റ് T to B ഫോളോയിങ് ദ കർവ് ഈസ് കോൾഡ് ഫോർവേഡ് ടാൻജൻറ്റ് ഓർ സെക്കൻഡ് ടാൻജൻറ്റ്. കർവ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ടാൻജൻറ്റിൻ്റെ ലെങ്ത് T to B ആണ് എന്ത്, ഫോളോയിങ് ടാൻജൻറ്റ് അല്ലെങ്കിൽ ഫോർവേഡ് ടാൻജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ടാൻജൻ്റ് ആയിട്ട് പറയുന്നത്. തേർഡ് വൺ നോക്കുക, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇഫ് ദ 2 ടാൻജൻറ്റ്സ് AT1 ആൻഡ് BT2 ആർ പ്രൊഡ്യൂസർ, they will meet in a point called the point of intersection or vertex V. PI എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് AT1 എന്ന് പറയുന്ന ഈ ഒരു ടാൻജൻറ്റും T2B എന്ന് പറയുന്ന ടാൻജൻറ്റും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊലോങ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 ടാൻജൻറ്റും കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് എന്ത്, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ വെർട്ടെക്സ്. V എന്ന് പറയുന്നത് വെർട്ടെക്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ നോക്കുക, പോയിന്റ് ഓഫ് കർവ്. പോയിന്റ് ഓഫ് കർവിനെ PC എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ കർവ് വേർ ദ അലൈൻമെൻറ്റ് ചേഞ്ചസ് ഫ്രം ദ ടാൻജൻറ്റ് ടു എ കർവ്. പോയിന്റ് ഓഫ് കർവ് PC എന്ന് പറയുന്നത് നോക്കാം, ഒരു കർവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അതായത് ടാൻജൻ്റ് ആയി നിൽക്കുന്ന ഒരു ലൈൻ മാറിയിട്ട് കർവിലോട്ട് പോകുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് എന്ത്, പോയിന്റ് ഓഫ് കർവായിട്ട് പറയുന്നത്. ഓക്കെ, ഫിഫ്ത്ത് വൺ ആണ് പോയിന്റ് ഓഫ് ടാൻജൻസി PT എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ കർവ് വേർ ദ അലൈൻമെൻറ്റ് ചേഞ്ചസ് ഫ്രം എ കർവ് ടു എ ടാൻജൻറ്റ്. ടാൻജൻറ്റ് അല്ലെങ്കിൽ PT എന്ന് പറയുന്നത് നോക്കാം, ഇറ്റ്സ് എൻഡ് ഓഫ് ദ കർവ്. അതായത് കർവ് എൻഡ് ചെയ്യുന്ന പോയിന്റ് ആൻഡ് അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ടാൻജൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിൻ്റാണ് എന്ത്, PT ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സിക്സ്ത് വൺ നോക്കുക, ഇൻ്റർസെക്ഷൻ ആംഗിൾ. ദ ആംഗിൾ V'(VB) ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് AV prolong V' and B is called the intersection angle delta or the external deflection angle between two tangents. AV അല്ലെങ്കിൽ AT1 എന്ന് പറയുന്ന ഈ ഒരു ടാൻജൻറ്റ് നമ്മൾ പ്രൊലോങ് ചെയ്തിട്ട് വിയിലൂടെ V' എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് എത്തി. V'(VB) എന്ന് പറയുന്ന ഈ ഒരു ആംഗിളാണ് എന്ത്, ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, 10th വൺ നോക്കുക, ടാൻജൻറ്റ് ഡിസ്റ്റൻസ് T എന്ന് പറയുന്നത്. It is the distance between point of curve to point of intersection, also the distance from point of intersection to point of tangency. Point of curve-ൽ നിന്നും point of intersection വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്, ടാൻജൻറ്റ് ഡിസ്റ്റൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, T1 തൊട്ട് V വരെയുള്ള. അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ തൊട്ട് പോയിന്റ് ഓഫ് ടാൻജൻസി വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ എന്താണ്, ടാൻജൻറ്റ് ലെങ്ത് ആയിട്ടാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് E എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ കർവ് ടു ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. കർവിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്, എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് E ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 9th വൺ നോക്കുക, ലെങ്ത് ഓഫ് കർവ് L. ഇറ്റ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് കർവ് ഫ്രം ദ പോയിന്റ് ഓഫ് കർവ് ടു പോയിന്റ് ഓഫ് ടാൻജൻസി. ലെങ്ത് ഓഫ് കർവ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കർവ് ടു പോയിന്റ് ഓഫ് ടാൻജൻസി വരെയുള്ള
T1 C T2 സിയിലൂടെയുള്ള T1 C T2 എന്ന് പറയുന്ന ഈ ഒരു ആർക്കിൻ്റെ ലെങ്ത് ആണ് എന്ത്, ലെങ്ത് ഓഫ് ആർക്ക് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് കർവ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ലെങ്ത് ഓഫ് കോഡാണ്. ലെങ്ത് ഓഫ് കോഡ് LC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോഡ് ജോയിനിങ് പോയിന്റ് ഓഫ് കർവ് ടു ദ പോയിന്റ് ഓഫ് ടാൻജൻസി. നോക്കുക, ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത് T1D T2 എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത് ആണ്. പോയിന്റ് ഓഫ് കർവ് തൊട്ട് പോയിന്റ് ഓഫ് ടാൻജൻസിയിലോട്ടുള്ള ലെങ്ത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. D എന്ന് പറയുന്ന പാത്തിലൂടെയുള്ള ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്ത് ആണ് എന്ത്, ലെങ്ത് ഓഫ് കോഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് LC. 11th വൺ ആണ് മിഡ് ഓർഡിനേറ്റ്. മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓർഡിനേറ്റ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ലോങ് കോഡ് ടു ദ മിഡ് പോയിന്റ് ഓഫ് കർവ്. നമ്മുടെ കർവിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് കോഡിൻ്റെ നമ്മുടെ ലോങ് കോഡിൻ്റെ സെൻറ്റർ പോയിന്റിലോട്ടുള്ള ഈ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ലെങ്ത് ആണ് എന്ത്, മിഡ് ഓർഡിനേറ്റ് M ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. CD എന്ന് പറയുന്ന ഈ ഒരു ഡിഫറൻസ്. റൈറ്റ് ഹാൻഡ് കർവ് എന്ന് പറയുന്നത് നോക്കുക. ഇഫ് ദ കർവ് ഡിഫ്ലെക്ട്സ് ടു ദ റൈറ്റ് ഡയറക്ഷൻ ഓഫ് പ്രോഗ്രസ് ഓഫ് സർവേ ഈസ് കോൾഡ് റൈറ്റ് ഹാൻഡ് കർവ്. നമ്മുടെ പ്രോഗ്രസ് സർവേ ഇങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് സർവേയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും റൈറ്റ് സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ഹാൻഡ് കർവ് ആയിട്ടാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡ് കർവ് വരുന്നത്. ഇഫ് ദ കർവ് ഡിഫ്ലെക്ട്സ് ടു ദ ലെഫ്റ്റ് ഡയറക്ഷൻ ഓഫ് പ്രോഗ്രസ് ഓഫ് സർവേ ഈസ് കോൾഡ് ലെഫ്റ്റ് ഹാൻഡ് കർവ്. നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കർവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ലെഫ്റ്റ് ഹാൻഡ് കർവ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ നോക്കുക, ഡിഗ്രി ഓഫ് കർവേച്ചർ D എന്ന് പറയുന്നത്. ദ ഡിഗ്രി ഓഫ് കർവേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ കർവ് ദാറ്റ് ഈസ് സബ്സ്റ്റെൻഡഡ് ബൈ എൻ ആർക്ക് ഓഫ് 100 മീറ്റർ ലെങ്ത്. ഒരു 100 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ആർക്ക്, ആ ആർക്കിൻ്റെ സെൻറ്റർ ആംഗിൾ ആണ് എന്ത്, ഡിഗ്രി ഓഫ് കർവേച്ചർ D ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, R is equal to 5730/D. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവ് ആൻഡ് D എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കർവേച്ചർ. അപ്പോൾ ഡിഗ്രി ഓഫ് കർവേച്ചർ കാണാനുള്ള ഇക്വേഷൻ D is equal to 5730 / R ചെയ്താൽ മതി.